നമസ്കാരം. വാനവീഥിയിലെ ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ വെറുമൊരു യാദൃശ്ചികതയല്ല, മറിച്ച് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരാനിരിക്കുന്ന വലിയൊരു പരിവർത്തനത്തിന്റെ തെളിവാണ്. കർക്കടകമാസം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു ശരാശരി മലയാളിയുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് കരിമേഘങ്ങളും തോരാമഴയും ഒപ്പം പഞ്ഞകർക്കടകത്തിന്റെ കഷ്ടപ്പാടുകളുമാണ്. എന്നാൽ ഹൈന്ദവ ജ്യോതിഷപ്രകാരവും കേരളീയ പഞ്ചാംഗ ഗണനയനുസരിച്ചും ഈ 2026 കർക്കടകമാസം എന്നത് വെറുമൊരു പഞ്ഞമാസമല്ല. അത് ആത്മീയമായ ശുദ്ധീകരണത്തിന്റെയും ഒപ്പം പ്രപഞ്ചശക്തികൾ, ചില നക്ഷത്രജാതർക്ക് വലിയ തോതിലുള്ള സാമ്പത്തിക നേട്ടങ്ങളും ഉയർച്ചകളും സമ്മാനിക്കുന്നതിനുള്ള ഒരു പുണ്യകാലം കൂടിയാണ്. പ്രപഞ്ചത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രാശിമാറ്റങ്ങളും ഗ്രഹങ്ങളുടെ അനുകൂലമായ ഭാവമാറ്റങ്ങളും കാരണം ഈ കർക്കടകത്തിൽ സമാനതകളില്ലാത്ത സാമ്പത്തിക നേട്ടവും ജീവിത വിജയവും കൈവരിക്കാൻ പോകുന്ന 9 ഭാഗ്യനക്ഷത്രങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. സൂര്യൻ മിഥുനം രാശിയിൽ നിന്നും കർക്കടകം രാശിയിലേക്ക് പ്രവേശിക്കുന്ന ഈ ദക്ഷിണായന പുണ്യകാലത്ത് പ്രപഞ്ചത്തിലെ പോസിറ്റീവ് ഊർജം ചില പ്രത്യേക നക്ഷത്രങ്ങളിലേക്ക് കേന്ദ്രീകരിക്കപ്പെടും. കർക്കടകത്തിന്റെ ആർദ്രതയും ഈശ്വരീയമായ അന്തരീക്ഷവും ഈ നക്ഷത്രക്കാരുടെ ജാതകത്തിലെ ദോഷങ്ങളെ അകറ്റി ഭാഗ്യാനുഭവങ്ങളെ ഉണർത്താൻ കാരണമാകുന്നു. എന്നാൽ ഈ വലിയ മഹാഭാഗ്യം നിങ്ങളുടെ പടിവാതിൽക്കൽ എത്തിയിട്ടും എല്ലാവർക്കും എന്തുകൊണ്ടാണ് ചിലപ്പോൾ അത് നിങ്ങളുടെ കൈകളിലേക്ക് വരാത്തത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് പ്രവചനങ്ങൾ പലതും ശരിയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ ദുരിതങ്ങൾക്ക് മാറ്റമില്ലാത്തത് എന്ന് നിങ്ങൾ പലപ്പോഴും ചിന്തിച്ച് സങ്കടപ്പെട്ടിട്ടുണ്ടാകാം. നിങ്ങളുടെ ജീവിതത്തിലെ ആ രഹസ്യങ്ങളും ഈ ഭാഗ്യം പൂർണ്ണമായും നിങ്ങളുടെ കൈകളിൽ വന്നുചേരാൻ നിങ്ങൾ ചെയ്യേണ്ട ലളിതമായ പരിഹാരങ്ങളും ഈ പ്രവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടറിയുന്ന, നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്ന ആ 9 നക്ഷത്രങ്ങളുടെ ജീവിതയാത്രയിലേക്ക് നമുക്ക് കടക്കാം. ബാഹ്യലോകത്തിനു മുന്നിൽ എപ്പോഴും പ്രൗഢിയും ഗാംഭീര്യവും നിറഞ്ഞ ഒരു മുഖംമൂടിയണിഞ്ഞു നിൽക്കുന്നവരാണ് മകം നക്ഷത്രക്കാർ എന്ന് എല്ലാവരും പറയാറുണ്ട്. എന്നാൽ ആ ഗാംഭീര്യത്തിന് പിന്നിൽ മറ്റാരും കാണാതെ പോകുന്ന, ഉള്ളിൽ കനലായി എരിയുന്ന ഒരുപാട് സങ്കടങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. കഴിഞ്ഞ കുറച്ചുകാലമായി നിങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നുപോയ മാനസികവും സാമ്പത്തികവുമായ കഷ്ടപ്പാടുകൾ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്തത്ര വലുതാണ്. നിങ്ങളെ തളർച്ചയിൽ നിന്നും കരകയറ്റും എന്ന് കരുതി നിങ്ങൾ വിശ്വസിച്ച പലരും ഒടുവിൽ നിങ്ങളെ ചവിട്ടിത്താഴ്ത്തുന്ന ക്രൂരമായ കാഴ്ചയാണ് നിങ്ങൾക്ക് കാണേണ്ടി വന്നത്. സ്വന്തം ചോരയെന്ന് കരുതി നെഞ്ചോട് ചേർത്തവരിൽ നിന്നും ജീവനതുല്യം സ്നേഹിച്ച കൂട്ടുകാരിൽ നിന്നും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന വഞ്ചന മനസ്സിനെ അത്രമേൽ തളർത്തിക്കളഞ്ഞു. ഏറെ വിശ്വസിച്ച് കൂടെ കൂട്ടിയവർ നിങ്ങളെ സാമ്പത്തികമായി തകർക്കുക മാത്രമല്ല ചെയ്തത്, നിങ്ങളുടെ ആത്മാഭിമാനത്തെപ്പോലും അവർ ക്രൂരമായി ചോദ്യം ചെയ്തു. മറ്റുള്ളവരുടെ മുന്നിൽ ഒരിക്കലും ഒരു യാചകനെപ്പോലെയോ ദയനീയമായോ നിൽക്കാൻ നിങ്ങളുടെ മനസ്സ് അനുവദിക്കാത്തതുകൊണ്ട് തന്നെ ആരും കാണാതെ പല രാത്രികളിലും തലയിണയിൽ മുഖമമർത്തി നിങ്ങൾ വിതുമ്പിക്കരഞ്ഞിട്ടുണ്ടാകും. പെട്ടെന്ന് ദേഷ്യം വരുന്ന ആ സ്വഭാവം നിങ്ങളുടെ ഒരു വലിയ പ്രത്യേകതയാണ്. പെട്ടെന്ന് ദേഷ്യം വരുമെങ്കിലും അത് ക്ഷണനേരം കൊണ്ട് മാറിപ്പോവുകയും ചെയ്യും. എന്നാൽ ഈ ഒരു മുൻശുണ്ടി കാരണം പല നല്ല സുഹൃത്തുക്കളെയും ബന്ധങ്ങളെയും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. പുറം ലോകത്ത് നിങ്ങൾക്ക് വലിയൊരു ബഹുമാനവും സ്ഥാനവും ഉണ്ടെങ്കിലും സ്വന്തം വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ മനസ്സിന് ഒട്ടും സമാധാനം കിട്ടാത്ത അവസ്ഥയാണ്. മാതാപിതാക്കളുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ നിങ്ങളെ എപ്പോഴും ആശങ്കപ്പെടുത്തുന്നുണ്ട്. അവരുടെ ചികിത്സയ്ക്കായി വലിയൊരു തുക കടം വാങ്ങേണ്ടി വന്നതും അത് കൃത്യസമയത്ത് തിരികെ കൊടുക്കാൻ കഴിയാത്തതിന്റെ പേരിൽ അപമാനങ്ങൾ സഹിക്കേണ്ടി വന്നതും നിങ്ങളുടെ മനസ്സിലെ മായാത്ത വലിയൊരു മുറിവാണ്. ഇതിനൊപ്പം മക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ പല രാത്രികളിലും നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയധികം കഷ്ടപ്പാടുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ജാതകത്തിലുള്ള പിതൃദോഷവും കേതുവിന്റെ അശുഭകരമായ സ്വാധീനവുമാണ് ഇതിന് പ്രധാന കാരണം. നിങ്ങൾ എത്രയൊക്കെ ചോരനീരാക്കി പണിയെടുത്താലും അതിന്റെ ഗുണം മുഴുവൻ മറ്റുള്ളവർ കൊണ്ടുപോകുന്ന അവസ്ഥ ഇതിനാലാണുണ്ടായത്. എന്നാൽ ഇനി നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ടതില്ല. നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് അറുതി വരുന്ന സമയം എത്തിക്കഴിഞ്ഞു. ഈ കർക്കടക മാസത്തിൽ നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ തികച്ചും അവിശ്വസനീയമായ നല്ല മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. എവിടെയൊക്കെയോ തടസ്സപ്പെട്ട് കിടന്നിരുന്ന പണം നിങ്ങളുടെ കൈകളിലേക്ക് താനേ വന്നു ചേരും. ജോലിസ്ഥലത്ത് നിങ്ങളെ അവഗണിക്കുകയും മാറ്റിനിർത്തുകയും ചെയ്തവർ നിങ്ങളുടെ യഥാർത്ഥ കഴിവ് മനസ്സിലാക്കി നിങ്ങളെ ആദരിക്കുന്ന സാഹചര്യമുണ്ടാകും. പുതിയ വരുമാന മാർഗങ്ങൾ നിങ്ങളെ തേടി വരികയും വർഷങ്ങളായുള്ള കടബാധ്യതകളിൽ നിന്ന് നിങ്ങൾക്ക് പൂർണ്ണമായ മോചനം ലഭിക്കുകയും ചെയ്യും. വരാൻ പോകുന്ന ഈ വലിയ ഭാഗ്യം പൂർണ്ണമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ മുൻശുണ്ഠി പൂർണ്ണമായും നിയന്ത്രിക്കാൻ നിങ്ങൾ തയ്യാറാകണം. വീടിനുള്ളിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് തർക്കങ്ങളും കലഹങ്ങളും ഉണ്ടാകാതെ എപ്പോഴും ശ്രദ്ധിക്കുക. മാതാപിതാക്കളുടെ മനസ്സ് ഒരിക്കലും സങ്കടപ്പെടുത്താതെ അവരുടെ സ്നേഹവും അനുഗ്രഹവും എപ്പോഴും വാങ്ങി സൂക്ഷിക്കുക.
നിങ്ങളുടെ ഈ ഭാഗ്യാനുഭവങ്ങൾ കൈവിട്ടു പോകാതിരിക്കാൻ ഈ മാസത്തെ കറുത്ത വാവ് ദിവസം പിതൃക്കൾക്കായി ബലിതർപ്പണം നടത്തുന്നത് ഏറ്റവും ഉത്തമമാണ്. അതോടൊപ്പം എല്ലാ ശനിയാഴ്ചകളിലും ശാസ്താക്ഷേത്രത്തിൽ നീരാജനം സമർപ്പിക്കുന്നതും നിങ്ങളുടെ തടസ്സങ്ങളെല്ലാം നീക്കി സാമ്പത്തിക പുരോഗതി ഇരട്ടിയാക്കാൻ സഹായിക്കും. അശരണരും പ്രായമായവരുമായ ആളുകൾക്ക് അന്നദാനം നടത്തുന്നതും മക്കളുടെ പേരിൽ ഗണപതി ഹോമം വഴിപാടായി കഴിക്കുന്നതും നിങ്ങളുടെ കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യവും കൊണ്ടുവരും. അടുത്തതായി പ്രപഞ്ചത്തിന്റെ ഈ വലിയൊരു അനുഗ്രഹം തേടിയെത്തുന്നത് അനിഴം നക്ഷത്രക്കാരെയാണ്. മറ്റുള്ളവരുമായി വളരെ പെട്ടെന്ന് കറയറ്റ ഒരു ആത്മബന്ധം സ്ഥാപിച്ചെടുക്കാൻ പ്രത്യേക കഴിവുള്ളവരാണ് നിങ്ങൾ. നിങ്ങളോട് ആരെങ്കിലും ഒരു ചെറിയ സ്നേഹം കാണിച്ചാൽ പോലും സ്വന്തം ജീവിതം തന്നെ അവർക്കായി മാറ്റിവെക്കാൻ മടിക്കാത്ത ഒരു പാവം മനസ്സാണ് നിങ്ങളുടേത്. എന്നാൽ ഈ ഒരു സ്നേഹം കൂടുതൽ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശാപമായും കഠിനമായ ദുരിതമായും മാറിപ്പോയത്. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച നഷ്ടങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇന്നും നിങ്ങളുടെ നെഞ്ചു വല്ലാതെ പിടയുന്നുണ്ടാകും. മറ്റുള്ളവരെ അമിതമായി വിശ്വസിച്ച് വലിയ തുകകൾ കടം കൊടുക്കുകയോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും വേണ്ടി ജാമ്യം നിൽക്കുകയോ ചെയ്തതിലൂടെ വലിയൊരു സാമ്പത്തിക ബാധ്യതയുടെ കയത്തിലേക്കാണ് നിങ്ങൾ ചെന്നുവീണത്. ഒടുവിൽ ആ പണം തിരികെ കിട്ടാതെ നിങ്ങൾ കടുത്ത പ്രതിസന്ധിയിലായപ്പോൾ നിങ്ങളെ സഹായിക്കാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. നിങ്ങളുടെ ആ ശുദ്ധമനസ്സിനെ എല്ലാവരും സ്വാർത്ഥതയ്ക്കു വേണ്ടി ചൂഷണം ചെയ്യുകയായിരുന്നു. സ്വന്തം മക്കളുടെ ഭാവിയെ ഓർത്ത് വല്ലാതെ ആകുലപ്പെടുന്നൊരു മാതൃകാപരമായ മനസ്സ് നിങ്ങൾക്കുണ്ട്. മക്കളുടെ ഉന്നത പഠനകാര്യത്തിലോ അല്ലെങ്കിൽ അവരുടെ വിവാഹകാര്യങ്ങളിലോ ഒരു ശരിയായ വഴി കാണാൻ കഴിയാതെ നിങ്ങൾ മനസ്സ് തകർന്നിരിക്കുകയായിരിക്കാം. അതുപോലെ തന്നെ വീട്ടിൽ പ്രായമായ മാതാപിതാക്കളുടെ രോഗാവസ്ഥയും അവരുടെ ശാരീരിക വേദനകളും കാണുമ്പോൾ മക്കളായ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ആ ഒരു നിസ്സഹായ അവസ്ഥ നിങ്ങളെ വല്ലാതെ ശ്വാസം മുട്ടിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയധികം കഷ്ടപ്പാടുകൾ ഉണ്ടായതിന് കാരണം ശനിദശയുടെ ദോഷഫലങ്ങളും അർഹതയില്ലാത്തവർക്ക് അനാവശ്യമായി ധനസഹായം നൽകിയതുമാണ്. അർഹതയില്ലാത്ത മനുഷ്യർക്ക് നൽകിയ സ്നേഹവും പണവും നിങ്ങളുടെ ഭാഗ്യത്തെ കെടുത്തുകയായിരുന്നു. എന്നാൽ ഈ കർക്കിടക മാസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയൊരു പ്രഭാതവും വലിയ പ്രതീക്ഷകളും കൊണ്ടുവരും. ദീർഘകാലമായി നിങ്ങളെ അലട്ടിയിരുന്ന കടബാധ്യതകളിൽ നിന്നും പൂർണ്ണമായി ഒഴിഞ്ഞുമാറാൻ പറ്റിയ പുതിയ വരുമാന മാർഗങ്ങൾ നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടും. വ്യവസായ രംഗത്തും നിങ്ങളുടെ തൊഴിൽ മേഖലയിലും വലിയൊരു വളർച്ചയാണ് ഇനി നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇനി ഒട്ടും തിരികെ കിട്ടില്ലെന്ന് കരുതി ഉപേക്ഷിച്ച പണം തികച്ചും അപ്രതീക്ഷിതമായി നിങ്ങളുടെ കൈകളിൽ തിരിച്ചെത്തും. മക്കളുടെ കാര്യത്തിൽ ദീർഘനാളായി ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം മാറി നല്ലൊരു ശുഭവാർത്ത കേൾക്കാൻ നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ നിങ്ങളുടെ ആ ഉദാരമനസ്കത ഇനി അനാവശ്യ കാര്യങ്ങൾക്കായി ആർക്കും മുന്നിലും ഉപയോഗിക്കരുത്. പണം കൈകാര്യം ചെയ്യുമ്പോൾ കടുത്ത ജാഗ്രതയും ശ്രദ്ധയും പുലർത്താൻ നിങ്ങൾ തയ്യാറാകണം. സാമ്പത്തിക ഭദ്രത നിലനിർത്താനും മനസ്സിന് പൂർണ്ണമായ സമാധാനം ലഭിക്കാനും നിങ്ങൾ ഈ മാസം പക്കപ്പിറന്നാൾ ദിവസം ഭഗവതി ക്ഷേത്രത്തിൽ കടുംപായസം വഴിപാടായി സമർപ്പിക്കുക. നിത്യവും ഭക്തിയോടെ ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും നിറയ്ക്കാൻ സഹായിക്കും. പ്രായമായ മാതാപിതാക്കളുടെ പേരിൽ ഔഷധസേവ നടത്തുകയും അവർക്ക് ആവശ്യമായ പുതിയ വസ്ത്രങ്ങൾ വാങ്ങി നൽകി സന്തോഷിപ്പിക്കുകയും ചെയ്യുക. നിങ്ങളുടെ മക്കളുടെ ആയുസ്സിനും ആരോഗ്യത്തിനുമായി സുബ്രഹ്മണ്യസ്വാമിക്ക് ഭക്തിപൂർവം അഭിഷേകം നടത്തുന്നത് ഈ മഹാഭാഗ്യങ്ങൾ പൂർണ്ണമായി നിങ്ങളുടെ ജീവിതത്തിൽ കൈവരാൻ സഹായിക്കും. ഇനി നമ്മൾ സംസാരിക്കുന്നത് രോഹിണി നക്ഷത്രക്കാരുടെ ഉള്ളിൽ വിങ്ങുന്ന ആരും കാണാത്ത ആഴമേറിയ സങ്കടങ്ങളെയും വേദനകളെയും കുറിച്ചാണ്. സൗന്ദര്യവും ആകർഷണീയതയും ഒരുപോലെ ഒത്തുചേർന്ന ഭാഗ്യശാലികളാണ് രോഹിണി നക്ഷത്രക്കാർ എന്ന് ബാഹ്യലോകം എപ്പോഴും പറയാറുണ്ട്. നിങ്ങളുടെ മനോഹരമായ സംസാരശൈലി കൊണ്ടും മാന്യമായ പെരുമാറ്റം കൊണ്ടും സമൂഹത്തിൽ വലിയൊരു ബഹുമാനവും സ്ഥാനവും നേടിയെടുക്കാൻ നിങ്ങൾക്ക് എപ്പോഴും സാധിക്കാറുണ്ട്. എന്നാൽ പുറമേക്ക് കാണിക്കുന്ന ഈ പ്രശാന്തതയ്ക്കും ചിരിക്കും പിന്നിൽ കടുത്ത മാനസിക സംഘർഷങ്ങളും കനത്ത വേദനകളും അനുഭവിച്ചു തീർക്കുന്നവരാണ് നിങ്ങൾ. കടന്നുപോയ കാലങ്ങളിൽ നിങ്ങളേൽക്കേണ്ടി വന്ന ക്രൂരമായ അപമാനങ്ങളും നിങ്ങളെ ഒറ്റപ്പെടുത്തിയ നിമിഷങ്ങളും ഓർക്കുമ്പോൾ നിങ്ങളുടെ കണ്ണ് ഇപ്പോഴും അറിയാതെ നിറയാറുണ്ട്. പലപ്പോഴും രാത്രികളിൽ ഒട്ടും ഉറക്കം കിട്ടാതെ വരാനിരിക്കുന്ന നാളുകളെ ഓർത്ത് വേവലാതിപ്പെട്ട് നീറുന്ന ഒരു മനസ്സാണ് നിങ്ങളുടേത്. സാമ്പത്തികമായി ഒന്നിനും ഒരു കുറവുമില്ലാതെ ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും കൃത്യമായ സമയത്ത് കയ്യിൽ പണം വന്നു ചേരാത്ത ആ വലിയൊരു പ്രതിസന്ധി നിങ്ങളെ എപ്പോഴും അലട്ടുന്നുണ്ട്. വിശ്വസിച്ച് കൂടെ നിന്ന ചിലരുടെ കൗശലങ്ങളിൽ വീണ് വലിയൊരു തുക നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. മക്കളുടെ ആരോഗ്യകാര്യത്തിലും അവരുടെ സ്വഭാവത്തിലുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും നിങ്ങളെ വല്ലാതെ അസ്വസ്ഥരാക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ ഈ വളർച്ചയിൽ വല്ലാതെ അസൂയപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ നിങ്ങളുടെ ചുറ്റുമുണ്ട്. അവർ നിങ്ങളുടെ കുടുംബത്തിൽ എങ്ങനെയെങ്കിലും തർക്കങ്ങളും കലഹങ്ങളും ഉണ്ടാക്കാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയധികം തടസ്സങ്ങളും ദുരിതങ്ങളും ഉണ്ടാകാൻ കാരണം ചന്ദ്രന്റെ അശുഭസ്ഥാനവും കടുത്ത ദൃഷ്ടിദോഷവുമാണ്.
മറ്റുള്ളവരുടെ കൺദോഷം നിങ്ങളുടെ സാമ്പത്തിക വളർച്ചയെ എപ്പോഴും തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഈ കർക്കിടക മാസത്തിൽ നിങ്ങൾക്കൊട്ടും പ്രതീക്ഷിക്കാത്ത വലിയൊരു ധനലാഭമാണ് ജ്യോതിഷം പ്രവചിക്കുന്നത്. ലോട്ടറി വഴിയോ അല്ലെങ്കിൽ പൂർവിക സ്വത്ത് ലഭിക്കുന്നതുവഴിയോ നിങ്ങളുടെ സാമ്പത്തിക നില അത്രമേൽ ഭദ്രമാകും. ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വലിയ ലാഭം കൊയ്യാൻ സാധിക്കുന്ന അനുഗ്രഹീത സമയമാണ് വരുന്നത്. സ്വന്തമായി ഒരു നല്ല വീട് വെക്കണമെന്ന നിങ്ങളുടെ വലിയൊരു സ്വപ്നം ഈ മാസം യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കാൻ പോകുന്നു. എന്നാൽ ഈ ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളുടെ കൈകളിൽ തന്നെ തങ്ങി നിൽക്കണമെങ്കിൽ അനാവശ്യമായ വലിയ ആഡംബരങ്ങൾ നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണം. നിങ്ങളുടെ ഉള്ളിൽ പെട്ടെന്ന് കടന്നുകൂടുന്ന നെഗറ്റീവ് ചിന്തകളാണ് പലപ്പോഴും നിങ്ങളുടെ ഭാഗ്യങ്ങളെ തടസ്സപ്പെടുത്തുന്നത്. ഇതിനൊരു പരിഹാരമായി തിങ്കളാഴ്ച ദിവസങ്ങളിൽ ശിവക്ഷേത്രത്തിൽ ധാരയും പിൻവിളക്കും ഭക്തിപൂർവ്വം വഴിപാടായി നടത്തുക. വീടിന്റെ വടക്കു പടിഞ്ഞാറേ മൂലയിൽ സന്ധ്യാസമയത്ത് നെയ്വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളെയും നീക്കാൻ സഹായിക്കും. അശരണരായ പ്രായമുള്ള ആളുകൾക്കായി വസ്ത്രദാനം നടത്തുക. മക്കളുടെ പേരിൽ ഭഗവാന് വെണ്ണപ്പായസം വഴിപാടായി സമർപ്പിക്കുന്നത് കുടുംബത്തിൽ എപ്പോഴും സമാധാനവും സന്തോഷവും നിലനിർത്താൻ സഹായിക്കും. ജീവിതത്തിൽ വലിയൊരു പരിവർത്തനത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന മറ്റൊരു നക്ഷത്രമാണ് ചോതി. സ്വന്തം ചിന്തകൾക്കും പ്രവൃത്തികൾക്കും പൂർണ്ണമായ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവരാണ് ചോതി നക്ഷത്രക്കാർ. ആരുടെയും കീഴിൽ ഒരു അടിമയെപ്പോലെ ജീവിക്കാൻ നിങ്ങളുടെ ആത്മാഭിമാനം ഒരിക്കലും സമ്മതിക്കില്ല. സ്വന്തം കഠിനാധ്വാനം കൊണ്ട് മാത്രമാണ് നിങ്ങൾ ജീവിതത്തിൽ ഇന്നേവരെ ഓരോ ഉയരങ്ങളും കീഴടക്കിയിട്ടുള്ളത്. എന്നാൽ നിങ്ങളുടെ ഈ സ്വാതന്ത്ര്യമോഹം പലപ്പോഴും കുടുംബജീവിതത്തിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങൾക്കും ദുരിതങ്ങൾക്കും കാരണമായി മാറിയിട്ടുണ്ട്. ജീവിത പങ്കാളിയുമായിട്ടുള്ള കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ സമാധാനം പൂർണ്ണമായും കെടുത്തിക്കളഞ്ഞു. പണത്തിനു വേണ്ടി മറ്റാരുടെ മുന്നിലും ദയനീയമായി കൈനീട്ടാൻ നിങ്ങളുടെ അഭിമാനം സമ്മതിക്കാത്തതുകൊണ്ടുതന്നെ പല കഠിനമായ കഷ്ടപ്പാടുകളും നിങ്ങൾ ഉള്ളിലൊതുക്കി എപ്പോഴും ഒരു ചിരിച്ച മുഖത്തോടെയാണ് ജീവിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളുടെ ബിസിനസ്സിലോ തൊഴിലിലോ സംഭവിച്ച വലിയ സാമ്പത്തിക തകർച്ച നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ ഉലച്ചുകളഞ്ഞു. കടം തന്നവർ വീട്ടിൽ വന്ന് വലിയ ബഹളമുണ്ടാക്കിയപ്പോൾ നിങ്ങൾ അനുഭവിച്ച മാനസിക വിഷമങ്ങളും അപമാനവും ഇന്നും ഒരു ഭീതിയായി നിങ്ങളുടെ മനസ്സിൽ അവശേഷിക്കുന്നുണ്ട്. പൊതുസമൂഹത്തിൽ നിങ്ങൾ വലിയൊരു സ്ഥാനത്തെത്തുമ്പോഴും ഉള്ളിന്റെയുള്ളിൽ വല്ലാത്തൊരു ഒറ്റപ്പെടൽ നിങ്ങൾ എപ്പോഴും അനുഭവിക്കുന്നുണ്ട്. മാതാപിതാക്കളെ ആഗ്രഹിച്ചതുപോലെ കൃത്യമായി സംരക്ഷിക്കാൻ സാധിക്കാത്തതിലുള്ള വലിയൊരു കുറ്റബോധം നിങ്ങളുടെ മനസ്സിനെ എപ്പോഴും വേട്ടയാടുന്നുണ്ടാകാം. ഈയൊരു ദുരവസ്ഥയ്ക്ക് പ്രധാന കാരണം രാഹുവിന്റെ ദോഷകരമായ മാറ്റങ്ങളും നിങ്ങളുടെ കടുംപിടുത്ത സ്വഭാവവുമാണ്. മാറുന്ന സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ മടി കാണിച്ചതുകൊണ്ട് മാത്രം പല വലിയ അവസരങ്ങളും നിങ്ങളുടെ കൈകളിൽ നിന്നും നഷ്ടപ്പെട്ടുപോയിട്ടുണ്ട്. എന്നാൽ ഈ കർക്കിടക മാസത്തിൽ പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാക്കാനുള്ള വലിയൊരു കരുത്താണ്. നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ വലിയൊരു സ്ഥാനക്കയറ്റമോ അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ് ആരംഭിക്കാനുള്ള മികച്ച അവസരങ്ങളോ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ സാമ്പത്തിക വരുമാനം ഇരട്ടിക്കുന്ന മനോഹരമായ ഒരു സമയമാണിത്. വിദേശത്തുനിന്ന് വലിയൊരു ധനാഗമനം ഈ മാസം നിങ്ങളെ തേടിയെത്തും. പഴയ കടബാധ്യതകളെല്ലാം വീട്ടി മനസ്സിന് പൂർണ്ണമായ സമാധാനം കണ്ടെത്താൻ ഈ അനുകൂല കാലയളവിൽ നിങ്ങൾക്ക് സാധിക്കും. എങ്കിലും നിങ്ങളുടെ ആ കടുംപിടുത്ത സ്വഭാവം മാറ്റിവെച്ചില്ലെങ്കിൽ ഈ വലിയ ഭാഗ്യം നിങ്ങളിൽ നിന്നും അകന്നുപോയേക്കാം. മറ്റുള്ളവരുടെ നല്ല അഭിപ്രായങ്ങൾക്ക് കൂടി മാന്യമായ വില നൽകാൻ നിങ്ങൾ ശീലിക്കേണ്ടതുണ്ട്. ഈ ഭാഗ്യം പൂർണ്ണമായി നിലനിർത്താൻ വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം സമർപ്പിക്കുകയും വിഷ്ണു സഹസ്രനാമം ഭക്തിപൂർവ്വം ജപിക്കുകയും ചെയ്യുക. വീടിനുള്ളിൽ ലക്ഷ്മിനാരായണ ചിത്രം വെച്ച് പൂജിക്കുന്നത് തികച്ചും ഉത്തമമായ മാറ്റങ്ങൾ കൊണ്ടുവരും. പ്രായമായ മാതാപിതാക്കളെ പുണ്യതീർത്ഥയാത്രയ്ക്ക് അയക്കുന്നത് അവരുടെ മനസ്സ് നിറയ്ക്കുകയും അതുവഴി നിങ്ങളുടെ ദോഷങ്ങൾ മാറാൻ കാരണമാകുകയും ചെയ്യും. നിങ്ങളുടെ മക്കൾക്കായി വിദ്യാരംഗത്ത് സരസ്വതി പൂജ ഭക്തിയോടെ നടത്തുക. ഈ പട്ടികയിലെ അടുത്ത ഭാഗ്യനക്ഷത്രം പൂരുരുട്ടാതിയാണ്. അഗാധമായ ചിന്താശേഷിയും ആത്മീയതയോട് വലിയ ആഭിമുഖ്യവുമുള്ള ഉത്തമ സ്വഭാവക്കാരാണ് നിങ്ങൾ. മറ്റുള്ളവരുടെ ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും കണ്ടാൽ സ്വന്തം കയ്യിലുള്ളത് എടുത്തുകൊടുക്കാൻ ഒട്ടും മടിക്കാത്ത വലിയ ദയാലുക്കളാണ് നിങ്ങൾ. എന്നാൽ നിങ്ങളുടെ ഈ നല്ല മനസ്സിനെ ചൂഷണം ചെയ്യാൻ പലരും ക്രൂരമായി ശ്രമിച്ചതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരിതമായി മാറിയത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അത്രയധികം പരീക്ഷണ ഘട്ടങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നുപോയിട്ടുണ്ടാകാം. ബിസിനസ്സിലെ വലിയ തകർച്ചയോ അല്ലെങ്കിൽ ജോലിസ്ഥലത്തെ കടുത്ത മാനസിക പീഡനങ്ങളോ നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ തളർത്തിക്കളഞ്ഞു. ധനപരമായ കാര്യങ്ങളിൽ എപ്പോഴും വല്ലാത്തൊരു അസ്ഥിരത നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. കൈകളിൽ വന്നുചേരും എന്ന് ഉറച്ചു വിശ്വസിച്ച വലിയ തുകകൾ അവസാന നിമിഷം കൈവിട്ടുപോകുന്ന കഠിനമായ അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ പലതവണയുണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ദൈവത്തോട് നിങ്ങൾ പലതവണ കരഞ്ഞു ചോദിച്ചിട്ടുണ്ടാകും. കുട്ടികളുടെ ഭാവിയെക്കുറിച്ചുള്ള വലിയ ആശങ്കകൾ നിങ്ങളെ എപ്പോഴും അലട്ടുന്നുണ്ട്. പ്രായമായ മാതാപിതാക്കളുടെ കഠിനമായ രോഗാവസ്ഥയ്ക്ക് മുന്നിൽ
കയ്യിൽ പണമില്ലാതെ കൈമലർത്തേണ്ടി വന്ന സാഹചര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലെ വലിയൊരു മായാത്ത വേദനയാണ്. നിങ്ങളുടെ ഈ കഷ്ടപ്പാടുകൾക്ക് പ്രധാന കാരണം ഗുരുദോഷവും നിങ്ങളുടെ അമിതമായ ദയയുമാണ്. ശരിയായ വ്യക്തികളെ കൃത്യമായി തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ട് മാത്രം നിങ്ങൾ ഒരുപാട് പണം വെറുതെ നഷ്ടപ്പെടുത്തി. എന്നാൽ ഈ കർക്കടക മാസം നിങ്ങളുടെ എല്ലാ കഠിന പ്രതിസന്ധികൾക്കും ഒരു വലിയ വിരാമമിടാൻ പോവുകയാണ്. വലിയൊരു ഭാഗ്യദേവത നിങ്ങളുടെ വീട്ടുവാതിൽക്കൽ എത്തിക്കഴിഞ്ഞു. ഒട്ടും പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിത സ്രോതസ്സുകളിൽ നിന്നും നിങ്ങൾക്ക് വലിയ രീതിയിൽ പണം വന്നെത്തും. പുതിയ വലിയ പ്രൊജക്റ്റുകൾ ലഭിക്കുകയും അതുവഴി സാമ്പത്തിക രംഗത്ത് വലിയ പുരോഗതി ഉണ്ടാവുകയും ചെയ്യും. വിദേശയാത്രയ്ക്കോ വിദേശത്ത് നല്ലൊരു ജോലി ലഭിക്കാനോ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ സമയം തികച്ചും അനുകൂലമാണ്. നിങ്ങളുടെ ദാനശീലം എന്നും തുടരുമ്പോഴും അത് യഥാർത്ഥത്തിൽ അർഹതപ്പെട്ടവർക്ക് മാത്രമാണെന്ന് ഉറപ്പുവരുത്താൻ ശ്രദ്ധിക്കുക. പ്രവചിക്കപ്പെട്ട ഈ വലിയ യോഗങ്ങൾ നിങ്ങളുടെ കൈകളിൽ വന്നു ചേരണമെങ്കിൽ രാഹുദോഷ പരിഹാരങ്ങൾ കൃത്യമായി ചെയ്യേണ്ടതുണ്ട്. ഞായറാഴ്ചകളിൽ നാഗദൈവങ്ങൾക്ക് 100 പാലും സമർപ്പിക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക തടസ്സങ്ങളെല്ലാം നീക്കാൻ സഹായിക്കും. വീട്ടിൽ ദിവസവും ഭക്തിപൂർവ്വം രാമായണ പാരായണം ചെയ്യുന്നത് അന്തരീക്ഷത്തിലെ നെഗറ്റീവ് ഊർജത്തെ പൂർണ്ണമായി ഇല്ലാതാക്കും. പ്രായമായവർക്ക് ആവശ്യമായ മരുന്നുകൾ വാങ്ങി നൽകുകയും മക്കളുടെ പേരിൽ ക്ഷേത്രങ്ങളിൽ അർച്ചനകൾ നടത്തുകയും ചെയ്യുക. നമ്മൾ അടുത്തതായി വളരെ ആഴത്തിൽ വിശകലനം ചെയ്യുന്നത് ഉത്രം നക്ഷത്രക്കാരുടെ ജീവിതത്തെക്കുറിച്ചാണ്. നന്മയും വിശ്വസ്തതയും എപ്പോഴും സ്വന്തം ജീവിതത്തിന്റെ മുഖമുദ്രയാക്കി മാറ്റിയവരാണ് ഉത്രം നക്ഷത്രക്കാർ. ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങളൊരു ഉറച്ച തീരുമാനമെടുത്താൽ അതിൽ നിന്നും ഒരടി പോലും പിന്നോട്ടു മാറാൻ നിങ്ങൾ ഒരിക്കലും തയ്യാറാകില്ല. നിങ്ങളുടെ ഈ ദൃഢനിശ്ചയം തന്നെയാണ് ജീവിതത്തിലെ വിജയങ്ങളുടെ പ്രധാന രഹസ്യവും. എങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ വല്ലാത്തൊരു സമാധാനക്കുറവും വലിയൊരു ദുരിതവും എപ്പോഴും ഒരു നിഴല് പോലെ പടർന്നു നിൽക്കുന്നുണ്ട്. സ്വന്തം ബന്ധുക്കളിൽ നിന്നും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ നിന്നും വല്ലാത്തൊരു അകൽച്ചയാണ് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നത്. നിങ്ങൾ ഒരുപാട് ആത്മാർത്ഥമായി സഹായിച്ചവർ പോലും നിങ്ങൾക്ക് കഠിനമായ ഒരു ആവശ്യം വരുമ്പോൾ തിരിഞ്ഞു നോക്കാത്ത ആ ക്രൂരമായ അവസ്ഥ നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നുണ്ടാകും. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹിച്ച അംഗീകാരം കൃത്യസമയത്ത് ലഭിക്കാതെ പോയതും നിങ്ങളുടെ പ്രൊമോഷൻ മറ്റാരോ കൗശലത്തോടെ തട്ടിയെടുത്തതും നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു നഷ്ടം തന്നെയാണ്. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ തർക്കങ്ങൾ ഉണ്ടാകാമെങ്കിലും മക്കളുടെ സ്നേഹവും കരുതലും നിങ്ങൾക്കെപ്പോഴും വലിയൊരു ആശ്വാസമായി മാറാറുണ്ട്. സാമ്പത്തികമായി വലിയ ഉയർച്ച താഴ്ചകൾ നിറഞ്ഞ ഒരു കഠിനമായ ജീവിതമാണ് നിങ്ങളുടേത്. കടബാധ്യതകൾ കാരണം പലപ്പോഴും മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ പോലും കഴിയാത്ത വല്ലാത്തൊരവസ്ഥ നിങ്ങൾക്ക് ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ ഈ കഠിനമായ ദുരിതങ്ങൾക്ക് പ്രധാന കാരണം സൂര്യന്റെ നീചസ്ഥിതിയും ശത്രുദോഷവുമാണ്. നിങ്ങളുടെ സാമ്പത്തിക വളർച്ചയെ തടയാൻ ചില മനുഷ്യർ രഹസ്യമായി കരുക്കൾ നീക്കിയിരുന്നു. എന്നാൽ ഈ കർക്കടകമാസം നിങ്ങളുടെ ജീവിതത്തിലെ സുവർണ കാലഘട്ടത്തിന്റെ വലിയൊരു തുടക്കമായി മാറും. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് തക്കതായ മികച്ച പ്രതിഫലം ലഭിക്കുന്ന അനുഗ്രഹീത സമയമാണിത്. സ്വന്തമായി പുതിയൊരു വീടോ വാഹനമോ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനുള്ള മികച്ച വഴികൾ തെളിഞ്ഞുവരും. ബിസിനസ്സിൽ വലിയ ലാഭമുണ്ടാവുകയും പുതിയ നല്ല പങ്കാളികൾ നിങ്ങളെ തേടി വരികയും ചെയ്യും. പൊതുസമൂഹത്തിൽ നിങ്ങളുടെ ബഹുമാനവും കീർത്തിയും വലിയ രീതിയിൽ വർദ്ധിക്കും. എന്നാൽ നിങ്ങളുടെ പെട്ടെന്നുള്ള ദേഷ്യവും മൂർച്ചയുള്ള സംസാര രീതിയും നിയന്ത്രിച്ചില്ലെങ്കിൽ വരാൻ പോകുന്ന ഈ വലിയ ഭാഗ്യം നിങ്ങളുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോകാം. ഇതിനൊരു പരിഹാരമായി ഞായറാഴ്ചകളിൽ സൂര്യഭഗവാന് ജലതർപ്പണം നടത്തുകയും ആദിത്യ ഹൃദയ സ്തോത്രം ഭക്തിപൂർവ്വം ജപിക്കുകയും ചെയ്യുക. ശിവക്ഷേത്രത്തിൽ കൂവളമാല സമർപ്പിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പുരോഗതിയും ഐശ്വര്യവും കൊണ്ടുവരും. പ്രായമായ മാതാപിതാക്കളുടെ പാദനമസ്കാരം വാങ്ങി അവരുടെ വലിയ അനുഗ്രഹം തേടാൻ ശ്രദ്ധിക്കുക. മക്കളുടെ പേരിൽ ക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ അർച്ചന നടത്തുന്നത് അവരുടെ ആരോഗ്യത്തിന് തികച്ചും ഉത്തമമാണ്. ഏഴാമതായി ഈ വലിയ ഭാഗ്യനിരയിലേക്ക് കടന്നുവരുന്നത് മകയിരം നക്ഷത്രമാണ്. വല്ലാത്തൊരു അന്വേഷണത്വരയും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിയുമുള്ളവരാണ് മകയിരം നക്ഷത്രക്കാർ. എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാനും അത് ചെയ്ത് വിജയിപ്പിക്കാനും നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ജീവിതത്തിലെ മാറ്റങ്ങളെ ഒട്ടും ഭയപ്പെടാത്ത ധൈര്യശാലികളാണ് നിങ്ങൾ. എന്നാൽ നിങ്ങളുടെ മനസ്സിന് എപ്പോഴും വല്ലാത്തൊരു ചഞ്ചലഭാവം വരാറുണ്ട്. ഈയൊരു സ്വഭാവം കാരണം പല നല്ല മികച്ച അവസരങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും കൈവിട്ടുപോയിട്ടുണ്ട്. സാമ്പത്തികമായി നിങ്ങൾ ഒരിടത്തും ഒരു സ്ഥിരത കണ്ടെത്താൻ വല്ലാതെ ബുദ്ധിമുട്ടുന്നു. കടങ്ങൾ വാങ്ങി അത് വീട്ടാൻ വേണ്ടി വീണ്ടും മറ്റൊരിടത്തുനിന്ന് കടം വാങ്ങുന്ന വലിയൊരു വിഷമവൃത്തത്തിലാണ് നിങ്ങളിപ്പോൾ അകപ്പെട്ടിരിക്കുന്നത്. ജപ്തി ഭീഷണിയോ അല്ലെങ്കിൽ കോർട്ട് നോട്ടീസോ ഒക്കെ വന്ന് നിങ്ങൾ വല്ലാതെ ഭയന്നിരിക്കുന്ന ഒരു കഠിനമായ സാഹചര്യമുണ്ടാകാം. കുടുംബത്തിൽ വലിയ സ്നേഹമുണ്ടെങ്കിലും സാമ്പത്തിക ഭദ്രതയില്ലാത്തത് നിങ്ങളെ വല്ലാതെ അലട്ടുന്നുണ്ട്. മാതാപിതാക്കളുടെ ആരോഗ്യത്തിനായി വലിയ തുക ചെലവഴിക്കേണ്ടി വന്നതും അതിനായി സ്വന്തം സ്വർണം പണയം വെക്കേണ്ടി വന്നതും നിങ്ങളുടെ മനസ്സിലെ വലിയൊരു സങ്കടമാണ്.
നിങ്ങളുടെ ഈ ദയനീയ അവസ്ഥയ്ക്ക് കാരണം ചൊവ്വാദോഷവും മനസ്സിലെ അസ്ഥിരതയുമാണ്. ഒരു കാര്യത്തിലും ഉറച്ചു നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് മാത്രം കൈവന്ന വലിയ ഭാഗ്യങ്ങൾ പോലും നിങ്ങൾ കളഞ്ഞുകുളിച്ചു. എന്നാൽ ഈ കർക്കിടക മാസത്തിലെ ഗ്രഹനില നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി മാറ്റിമറിക്കാൻ പോവുകയാണ്. ഭാഗ്യത്തിന്റെ പൂർണ്ണ പിന്തുണ ഈ മാസം മുഴുവൻ നിങ്ങൾക്കുണ്ടാകും. കഠിനമായ കടബാധ്യതകളിൽ നിന്നും പൂർണ്ണമായി മുക്തി നേടാൻ ഈ കാലയളവിൽ നിങ്ങൾക്ക് സാധിക്കും. പുതിയ നല്ല തൊഴിലവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുകയും അതുവഴി വലിയ ധനലാഭമുണ്ടാകുകയും ചെയ്യും. നിങ്ങളുടെ ചഞ്ചല മനസ്സ് പൂർണ്ണമായി മാറ്റി കൃത്യമായ പ്ലാനിങ്ങോടെ മുന്നോട്ടു പോയാൽ ഈ മാസം നിങ്ങൾ നേടുന്ന സാമ്പത്തിക അടിത്തറ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ വലിയ തണലായി നിലനിൽക്കും. നിങ്ങളുടെ ഭാഗ്യം തടസ്സമില്ലാതെ തുടരാൻ ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പഞ്ചാമൃതം വഴിപാടായി നൽകുക. ഒപ്പം വീട്ടിൽ സന്ധ്യാസമയത്ത് നാമജപം ഒരു ശീലമാക്കുക. ഇത് കുടുംബത്തിൽ ഐശ്വര്യവും മനസമാധാനവും നിലനിർത്താൻ വലിയ രീതിയിൽ സഹായിക്കും. പ്രായമായവർക്കായി കൃത്യമായ പരിചരണവും മരുന്നുകളും ഉറപ്പാക്കുക. കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായി ദക്ഷിണാമൂർത്തി പൂജ ഭക്തിയോടെ നടത്തുക. അടുത്തതായി നമ്മൾ വളരെ ആഴത്തിൽ നോക്കുന്നത് അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വിങ്ങുന്ന കഠിനമായ സങ്കടങ്ങളെയും ദുരിതങ്ങളെയും കുറിച്ചാണ്. എപ്പോഴും അസാധാരണമായ വേഗതയും നല്ല ഉന്മേഷവും സ്വന്തം ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നവരാണ് അശ്വതി നക്ഷത്രക്കാർ. ഏത് വലിയ കാര്യവും വളരെ പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ നിങ്ങളുടെ ഈ അമിതമായ വേഗത പലപ്പോഴും ചുറ്റുമുള്ള മറ്റുള്ളവർക്ക് ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ സാധിക്കാറില്ല. മനസ്സിലുദിക്കുന്ന പുതിയ ആശയങ്ങൾ പെട്ടെന്ന് തന്നെ നടപ്പിലാക്കാൻ നിങ്ങൾ കാണിക്കുന്ന കടുത്ത ആവേശം പലപ്പോഴും വലിയ സാമ്പത്തിക നഷ്ടങ്ങളിലാണ് ചെന്നവസാനിച്ചിട്ടുള്ളത്. മറ്റുള്ളവരുടെ ചതിവുള്ള വാക്കുകൾ കേട്ട് ഒട്ടും ചിന്തിക്കാതെ ചാടിപ്പുറപ്പെട്ട് വലിയ അബദ്ധങ്ങളിൽ നിങ്ങൾ ചെന്ന് ചാടുകയായിരുന്നു. ആ വലിയ നഷ്ടങ്ങൾ നിങ്ങളെ കഠിനമായ കടക്കെണിയിലേക്ക് തള്ളിവിട്ടു. പൊതുസമൂഹത്തിൽ നിങ്ങൾക്ക് വലിയൊരു സ്വീകാര്യതയും ബഹുമാനവും ഉണ്ടെങ്കിലും സ്വന്തം കുടുംബത്തിൽ നിങ്ങളുടെ വാക്കുകൾക്കോ അഭിപ്രായങ്ങൾക്കോ ഒട്ടും വില കിട്ടുന്നില്ല എന്ന വലിയൊരു സങ്കടം നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴുമുണ്ട്. മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കായി വലിയൊരു തുക ഈ മാസം നിങ്ങൾക്ക് ചെലവഴിക്കേണ്ടി വന്നിട്ടുണ്ടാകാം. അതിനായി മറ്റുള്ളവരോട് വല്ലാതെ കൈനീട്ടേണ്ടി വന്ന സാഹചര്യം നിങ്ങളുടെ ആത്മാഭിമാനത്തെ അത്രമേൽ മുറിപ്പെടുത്തിക്കളഞ്ഞു. പ്രായമായ മാതാപിതാക്കളുടെ ചെറിയ ആഗ്രഹങ്ങൾ പോലും കൃത്യമായി സാധിച്ചു കൊടുക്കാൻ കഴിയാത്തതിലുള്ള കടുത്ത സങ്കടവും നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും നീറിക്കിടപ്പുണ്ട്. നിങ്ങളുടെ ഈ കഠിനമായ കഷ്ടപ്പാടുകൾക്ക് പ്രധാന കാരണം കേതുവിന്റെ ദശയും അവിവേകപൂർവമായ ചില തെറ്റായ തീരുമാനങ്ങളുമാണ്. ഒരു കാര്യത്തെക്കുറിച്ചും ആഴത്തിൽ ചിന്തിക്കാതെ പെട്ടെന്ന് പ്രവർത്തിച്ചതാണ് നിങ്ങളുടെ വലിയൊരു പതനത്തിന് കാരണമായി മാറിയത്. എന്നാൽ ഈ കർക്കടക മാസത്തിൽ പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങളുടെ പഴയ തെറ്റുകളെല്ലാം തിരുത്താനും സാമ്പത്തികമായി വലിയൊരു ഉയർച്ച കൈവരിക്കാനുമുള്ള അനുഗ്രഹീത അവസരമാണ്. ദീർഘനാളായി തടസ്സപ്പെട്ട് കിടന്നിരുന്ന വലിയ ബിസിനസ് കരാറുകൾ വീണ്ടും ഭംഗിയായി പുനരാരംഭിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഭൂമി ഇടപാടുകളിൽ നിന്നും തികച്ചും അപ്രതീക്ഷിതമായ വലിയ ലാഭം ഈ മാസം നിങ്ങളെ തേടിയെത്തും. ജോലിയിൽ പുതിയ വലിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കുകയും അതുവഴി നല്ലൊരു ശമ്പളവർദ്ധനവുണ്ടാവുകയും ചെയ്യും. നിങ്ങളുടെ അനാവശ്യമായ ആവേശം കുറച്ച് അല്പം ക്ഷമയോടെ കാര്യങ്ങളെ സമീപിച്ചാൽ ഈ വലിയ ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തെ പുതിയൊരു ഉന്നത തലത്തിലേക്ക് എത്തിക്കും. ഈ വലിയ ഭാഗ്യം കൈവിട്ടു പോകാതിരിക്കാൻ വിഘ്നഹരനായ ഗണപതി ഭഗവാന് കറുകമാലയും അപ്പവും ഭക്തിപൂർവം വഴിപാടായി സമർപ്പിക്കുക. നിത്യവും വീട്ടിലിരുന്ന് ഗണപതി സ്തോത്രം ജപിക്കുന്നത് നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളെയും നീക്കി വലിയ സാമ്പത്തിക ഐശ്വര്യം പ്രദാനം ചെയ്യും. പ്രായമായ മാതാപിതാക്കൾക്ക് ആവശ്യമായ നല്ല വിശ്രമവും കരുതലും നൽകുക. മക്കളുടെ പേരിൽ ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നത് തികച്ചും ഉത്തമമാണ്. അവസാനമായി ഈ ഭാഗ്യനക്ഷത്രങ്ങളുടെ പട്ടികയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഭരണി നക്ഷത്രക്കാരാണ്. കഠിനാധ്വാനവും കടുത്ത സഹനശക്തിയും ഒരുപോലെ ഒത്തുചേർന്ന ധീരന്മാരാണ് ഭരണി നക്ഷത്രക്കാർ. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളെയും ക്രൂരമായ അപവാദങ്ങളെയും ധീരമായി നേരിട്ടാണ് നിങ്ങൾ ഇന്ന് കാണുന്ന ഈ നിലയിലെത്തിയിട്ടുള്ളത്. നിങ്ങളെ തകർക്കാൻ ആത്മാർത്ഥമായി ശ്രമിച്ചവരുടെ മുന്നിൽ ജീവിച്ചു കാണിക്കണം എന്ന കടുത്ത വാശിയും പ്രതിജ്ഞയും നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴുമുണ്ട്. സാമ്പത്തികമായി വലിയൊരു വിജയം നേടിയെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ കഠിന പ്രയത്നത്തിനനുസരിച്ചുള്ള തക്കതായ ഫലം പലപ്പോഴും നിങ്ങൾക്ക് ലഭിക്കാറില്ല. സ്വന്തം സുഹൃത്തുക്കളിൽ നിന്നും ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ നിന്നും കടുത്ത അവഗണനകൾ മാത്രമാണ് നിങ്ങൾ പലപ്പോഴും നേരിട്ടിട്ടുള്ളത്. കയ്യിൽ പണമില്ലാത്തതിന്റെ പേരിൽ മാത്രം പല നല്ല ചടങ്ങുകളിൽ നിന്നും നിങ്ങൾ ക്രൂരമായി മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടാകാം. അപ്പോഴൊക്കെ മനസ്സിനുള്ളിൽ അനുഭവിച്ച ആ വലിയ അപമാനം നിങ്ങളുടെ നെഞ്ചിൽ ഇന്നും ഒരു കനൽത്തീയായി അവശേഷിക്കുന്നുണ്ട്. പ്രായമായ മാതാപിതാക്കളുടെ സംരക്ഷണത്തിനും മക്കളുടെ ആവശ്യങ്ങൾക്കുമായി നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. നിങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം ശുക്രന്റെ ദോഷസ്ഥാനവും നിങ്ങളുടെ ഉള്ളിൽ വളരുന്ന പ്രതികാര ചിന്തയുമാണ്. മനസ്സിലെ ഇത്തരം നെഗറ്റീവ് ചിന്തകൾ നിങ്ങളുടെ ഭാഗ്യത്തെ എപ്പോഴും നിങ്ങളിൽ നിന്നും അകറ്റി നിർത്തി.
എന്നാൽ ഈ കർക്കിടക മാസം നിങ്ങളുടെ കടുത്ത വാശിക്കും കഠിനാധ്വാനത്തിനും തക്കതായ വലിയ പ്രതിഫലം നൽകുന്ന അനുഗ്രഹീത മാസമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള വലിയൊരു സാമ്പത്തിക നേട്ടമാണ് ഈ മാസം നിങ്ങളെ തേടിയെത്തുന്നത്. നിങ്ങളെ ഒരു കാലത്ത് അനാദരിച്ചവർ തന്നെ നിങ്ങളുടെ മുന്നിൽ വലിയ ബഹുമാനത്തോടെ തലകുനിച്ചു നിൽക്കുന്ന ഒരു അത്ഭുത സാഹചര്യം പ്രപഞ്ചശക്തി ഒരുക്കിത്തരും. ബിസിനസ്സിൽ വലിയൊരു കുതിച്ചുചാട്ടമുണ്ടാകും. ലോട്ടറി പോലുള്ള അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ ഈ മാസം നിങ്ങളെ തേടിവരാൻ വലിയ സാധ്യതയുണ്ട്. എങ്കിലും നിങ്ങളുടെ ഉള്ളിലെ കടുത്ത പ്രതികാര ചിന്തയും വാശിയും നിങ്ങൾ പൂർണ്ണമായും മാറ്റിവെക്കണം. കാരണം അത് നിങ്ങളുടെ ഉള്ളിലെ പോസിറ്റീവ് ഊർജത്തെ പൂർണ്ണമായി നശിപ്പിച്ചു കളയും. നിങ്ങളുടെ ഈ വലിയ മഹാഭാഗ്യം കൈകളിൽ വന്നു ചേരാൻ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ താമരപ്പൂമാല സമർപ്പിച്ചു ഭക്തിയോടെ പ്രാർത്ഥിക്കുക. വീട്ടിൽ മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നത് സാമ്പത്തിക വളർച്ചയും കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും നിലനിർത്താൻ വലിയ രീതിയിൽ സഹായിക്കും. പ്രായമായവർക്കായി വസ്ത്രങ്ങളും നല്ല ഭക്ഷണവും നൽകി അവരുടെ മനസ്സ് നിറഞ്ഞ അനുഗ്രഹം വാങ്ങുക. മക്കളുടെ പേരിൽ വിദ്യാലക്ഷ്മി പൂജ ഭക്തിപൂർവ്വം നടത്തുക. ഈ പറഞ്ഞ 9 നക്ഷത്രക്കാർക്കും കർക്കടകമാസം വലിയൊരു ഭാഗ്യകാലമാണ് നൽകുന്നത്. എങ്കിലും നമ്മുടെ പ്രാർത്ഥനകളും കർമ്മശുദ്ധിയും ഉണ്ടെങ്കിൽ മാത്രമേ ഈ വലിയ യോഗങ്ങൾ പൂർണ്ണമായും നമ്മുടെ ജീവിതത്തിലേക്ക് വരികയുള്ളൂ. നിങ്ങളുടെ ജാതകത്തിലെ കഠിനമായ ദോഷങ്ങൾ മാറാനും ഈ പുണ്യമാസത്തിൽ നിങ്ങളുടെ പേരിലും നക്ഷത്രത്തിലും പ്രത്യേക പൂജകളും പ്രാർത്ഥനകളും നടത്തുന്നതിനായി നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും താഴെ കമന്റ് ബോക്സിൽ കൃത്യമായി രേഖപ്പെടുത്തുക. പ്രപഞ്ചശക്തികളുടെയും ഈശ്വരന്റെയും വലിയ അനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ടാകട്ടെ. ഈ ആത്മീയ ജ്യോതിഷ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യാനും ഒട്ടും മറക്കരുത്. ഈ പറഞ്ഞ 9 നക്ഷത്രക്കാർക്കും കർക്കടക മാസം വലിയൊരു ഭാഗ്യകാലമാണ് നൽകുന്നത്. എങ്കിലും നമ്മുടെ പ്രാർത്ഥനകളും കർമ്മശുദ്ധിയും ഉണ്ടെങ്കിൽ മാത്രമേ ഈ യോഗങ്ങൾ പൂർണ്ണമായും നമ്മുടെ ജീവിതത്തിലേക്ക് വരികയുള്ളൂ. നിങ്ങളുടെ ജാതകത്തിലെ ദോഷങ്ങൾ മാറാനും ഈ പുണ്യമാസത്തിൽ നിങ്ങളുടെ പേരിലും നക്ഷത്രത്തിലും പ്രത്യേക പൂജകളും പ്രാർത്ഥനകളും നടത്തുന്നതിനായി നിങ്ങളുടെ പേരും നക്ഷത്രവും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.